കാളി ദിവ്യശക്തികളിൽ ഏറ്റവും ഉയർന്ന ശക്തിയാണ്. കാശിബാബ പണ്ട് പറയുന്ന കാര്യമുണ്ട്, ശിവൻ്റെ പാതയിൽ സഞ്ചരിക്കുക, കാളി നമ്മളെ തേടി വരുമെന്നുള്ളത്. നോക്കൂ, കാളി കാലം എന്നാണ് അർത്ഥം. ഓരോ മനുഷ്യ ആത്മാവും സമയത്താൽ ബന്ധനപ്പെട്ടിരിക്കുന്നതാണ്. നാം മായയിലായതുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല. കാളി നമ്മുടെ കർമ്മത്തെ തിന്നുന്നവളാണ്. നമ്മുടെ സമയത്തെ, കർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്ന ആ സമയത്തെ അവൾ തിന്നുന്നവളാണ്. ഏറ്റവും ഉയർന്ന സാധനയാണ് കാളി സാധന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹം നൽകുകയാണ്. 56 ദിവസം കാളി സാധന. മുദ്രയാലും യന്ത്രങ്ങളാലും പല രഹസ്യ വിദ്യകളാലും, അത് യൂട്യൂബിലൂടെ പറയാൻ കഴിയില്ല, പല വിദ്യകളാലും നിങ്ങളുടെ ഉള്ളിലെ ആ ദൈവിക ശക്തി ഉണർത്താൻ, അല്ലെ നിങ്ങളുടെ ഉള്ളിലെ ആ ഫെനിമേൻ എനർജിയെ, ആ കാളി എനർജിയെ ഉണർത്താനായിട്ടുള്ളൊരു സാധന വിദ്യയാണ്. 56 ദിവസം പൂർണ്ണമായിട്ടുള്ള പരിശീലനമാണ്. ആ സാധനയുടെ അളവ് വരുന്നത് 1000 ദിവസമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിലേക്ക് വേണ്ടി മാ കാളിയോട് ഭക്തിയുള്ളവർ, സമർപ്പണമുള്ളവർ, അച്ചടക്കമുള്ളവർ പങ്കുചേരാം. എന്നാൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളരെ തീവ്രമായുള്ളവർക്ക് മാത്രമേ ഈ സാധന ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം, ഈ 56 ദിവസം നിങ്ങൾ ഡെഡിക്കേറ്റഡായി സാധന ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഫെനിമേൻ എനർജി, കാളി എനർജി ഉണരുമെന്നുള്ളത്. എപ്പോഴും സിദ്ധികൾക്ക് വേണ്ടി ആൾക്കാർ പലപ്പോഴും തേടാറുണ്ട്. സിദ്ധികളൊക്കെ തന്നെ പലപ്പോഴും പലവരുടെ മനസ്സ് വായിക്കാനും ഭാവി പറയാനുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവർ ഊർജത്തെ നിയന്ത്രിക്കുന്നതും ഒക്കെ കിട്ടാനാണ് പലരും ഓടുന്നത്. എന്നാൽ യഥാർത്ഥ സിദ്ധി അതൊന്നുമല്ല. കാളി നൽകുന്ന സിദ്ധി അതല്ല. നിങ്ങളുടെ ആഗ്രഹത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും അവൾ. മായ എന്താണെന്നും ഞാൻ ആരാന്നുള്ള തിരിച്ചറിവും നൽകും അവൾ. മോക്ഷപ്രാപ്തി നൽകും. സമയത്തെയും കാലത്തെയും ഇല്ലാതാക്കുന്നവളാണ് കാളിമ. അതിനുള്ള വിദ്യയാണ് ഈ ഒരു കാളി സാധന തന്നെ. ഇതിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വെറും ആഗ്രഹമല്ല, സമർപ്പണവും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ പങ്കുചേരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഇതിൽ പാകപ്പെടാൻ പറ്റുന്നതാണോ നോക്കിയിട്ട് ഈ ഒരു സാധനയിൽ പങ്കുചേരാം. ഇതെന്തായാലും വലിയൊരു കാര്യമാണ്. മോക്ഷത്തിലേക്കുള്ള ഏറ്റവും ഉയർന്നൊരു അനുഗ്രഹമാണിത്. നമസ്കാരം.